ഇന്നലെ ഹൈദരാബാദിനെതിരെ പരാജയം ഏറ്റുവാങ്ങി LSC പുറത്തായതിനു പിന്നാലെ ടീമിനെ സംബന്ധിച്ച് നിരവധി മോശം വാർത്തകളാണ് പുറത്തുവരുന്നത്. ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയും പെർഫോമൻസും മാനേജ്മെന്റ് വിലയിരുത്തുമെന്നും ശേഷം ചിലപ്പോൾ താരത്തെ ലേലത്തിലേക്ക് തിരികെ അടുത്ത വർഷം വിട്ടേക്കുമെന്ന രീതിയിലുള്ള റൂമർ ഇപ്പോൾ കാണുന്നുണ്ട്. ഇത്രയും മോശം സീസൺ വന്നിരിക്കുമ്പോൾ പന്തിനു വേണ്ടി ഹ്യൂജ് എമൗണ്ട് അടുത്ത ലേലത്തിൽ മുടക്കാൻ ടീമുകൾ തീർച്ചയായും രണ്ടാമതൊന്ന് ചിന്തിക്കും. സോ LSCക്ക് വേണമെങ്കിൽ താരത്തെ കുറഞ്ഞ തുകയ്ക്ക് തിരികെ ടീമിലെടുക്കാമെന്ന ഓപ്ഷനും നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ടീം ചെയ്യാൻ പോകുന്നത്. ഇന്നലെ പന്ത് ഔട്ടായ ഉടനെ തന്നെ ടീം ഓണർ സഞ്ജീവ് ഗോയങ്ക ബാൽക്കണിയിൽ നിന്ന് തിരികെ പോകുന്നത് കാണാൻ സാധിച്ചിരുന്നു. ഇതിനു പുറമെ ദിഗ്വേഷ് റാത്തി ഇന്നലെ കുറച്ച് ഓവറായതോടെ താരത്തിന് മാച്ച് ഫീയുടെ 50% പിഴയും അഭിഷേകിന് 25% മാച്ച് ഫീ പിഴയും BCCI ചുമത്തിയിട്ടുണ്ട്. ഒപ്പം 4 ഡീമെറിറ്റ് പോയിന്റ് ആയതോടെ റാത്തിക്ക് അടുത്ത മത്സരത്തിൽ സസ്പെൻഷനും കിട്ടിയെന്നാണ് നിലവിലെ ന്യൂസ്. ബുക്കിൽ എഴുതുന്ന സെലിബ്രേഷൻ തെറ്റായി തോന്നുന്നില്ല. എന്നാൽ ഔട്ടാകുന്ന താരങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഓരോ ആക്ഷൻ കാണിക്കുന്നത് കുറച്ച് ഓവറായി തന്നെയാണ് തോന്നുന്നത്. റാത്തിയുടെ മുടി ചൂണ്ടിക്കാണിച്ച് അഭിഷേകും ഇന്നലെ എന്തോ പറയുകയുണ്ടായി. മാച്ച് കഴിഞ്ഞ് രാജീവ് ശുക്ലയുടെ ഇടപെട്ടാണ് രണ്ടുപേരോടും സംസാരിച്ച കാര്യങ്ങൾ സോൾവ് ആക്കിയത്.